ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നേ അംബ്രല സ്കേർട്ട് അംബ്രല ഫ്രോക്ക് രണ്ട് വിധത്തിൽ ചെയ്യുന്നതും കാണിക്കുകയാണ്. അതായത് ഫുൾ അംബ്രലയും ഹാഫ് അംബ്രലയും. അതായത് 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും ഇപ്പോഴും കൺഫ്യൂഷനാണ്. വിശദമായിട്ടൊരു വീഡിയോ ഇടണമെന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്ന് എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ മാസമുള്ള കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം ഞാനത് ഇങ്ങനെ ചെയ്യാമെന്നാൽ നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണിച്ചു തരാൻ കൂടി ചെയ്യാറാന്ന് വിചാരിച്ചു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിലേക്ക് പോവുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇതെല്ലാം ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്ത് ചെയ്തതാണ്. അപ്പം ഓരോന്നിനും എത്രയാണ് മെറ്റീരിയൽ എടുത്തതെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. ഫുൾ അംബ്രലായിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫുൾ അംബ്രലേൻ്റെ കട്ടിങ്ങും അതിൻ്റെ എന്താ പറയുക കാൽക്കുലേഷനൊക്കെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മെറ്റീരിയലിൽ നിന്ന് പരിചയപ്പെടാം. ഇത് ഡയമണ്ട് ജോർജറ്റാണ് എടുത്തിട്ടുള്ളത്. 60 ഇഞ്ച് വീതിയുടെ. മീറ്ററിന് 140 ഇതിൻ്റെ റേറ്റ് വന്നത്. ഈ മെറ്റീരിയൽ 4 ഞാൻ കസവ് കേന്ദ്രയിൽ നിന്നാണ് കേട്ടോ എടുത്തത്. കോഴിക്കോട് കസവ് കേന്ദ്ര. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത്, അതായത് നമ്മളെ സാഗറിൻ്റെ ഒക്കെ അടുത്തായിട്ട്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞതാണേ. അപ്പോൾ ഇത് 60 ഇഞ്ച് വീതിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെറ്റീരിയലിൻ്റെ ആവശ്യം വരില്ല. 44 അത്ര തന്നെ വേണ്ടി വരില്ല. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 4 മീറ്ററാണ് കേട്ടോ. ഇതിന് ഞാൻ കൊടുത്ത ലൈനിങ് ക്രേപ്പായിരുന്നു. വൈറ്റ് ആയതുകൊണ്ടാണ് ലൈനിങ് കൊടുത്തത്. ഞാൻ മറ്റ് കളറിലൊന്നും ലൈനിങ് അങ്ങനെ കൊടുക്കാറില്ല. ഇത് കോട്ടണിൽ ഇതേപോലെ നമ്മുടെ സിൽവർ കളർ നേരിയ ത്രെഡ് പാസ് ചെയ്യുന്ന ത്രെഡല്ല, ലേസ് പാസ് ചെയ്യുന്ന നല്ലൊരു, ഇതിൽ ഈ ഫോട്ടോയിൽ അത്ര ഭംഗി കാണുന്നില്ല കേട്ടോ. നല്ലൊരു കളർ, നല്ലൊരു ഷോളാണ്, നല്ല യൂസ്ഫുള്ളാണ്, യൂസ് ചെയ്യാൻ സൗകര്യമാണ്, ട്രാൻസ്പെറൻ്റ് അല്ല. ഇതിന് മീറ്ററിന് 225 വന്നത്. 2.5 മീറ്റർ ഞാൻ കട്ട് ചെയ്തെടുത്ത്. ഇത് ചുരിദാറാക്കാൻ വേണമെങ്കിൽ ഞാനിത് ഷോളിനാണ് എടുത്തത്. വൈറ്റ് പാൻറ്റൊക്കെ ഇട്ടിട്ട് ചുരിദാറും ആക്കാം, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമ്മൾ ഇത് നമ്മുടെ ഷിഫോണാണ്. ഷിഫോൺ മീൻസ് ഡബിൾ ഷിഫോൺ എന്നാണ് അവർ പറഞ്ഞത്. ഇതിന് മീറ്ററിന് 175 വന്നത്. ഇതും 60 ഇഞ്ച് വീതിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പാൻറ്റിനും ടോപ്പിനും കൂടി 5.5 മീറ്റർ എടുത്ത് നല്ല ലെങ്ത്തുള്ള, അതായത് നമ്മൾ ചുരി പാൻറ്റ് പോലെ തന്നെയാണ് ലെങ്ത്ത്, പക്ഷേ ചുരിയാക്കിയിട്ടല്ല തയ്ച്ചത്. സ്ട്രെയിറ്റ് ലൈനെ കുറച്ച് ലെങ്ത്തിൽ തയ്ച്ച് ടോപ്പ് ഫുൾ അംബ്രല സ്കേർട്ടിനും കിട്ടി. അപ്പോൾ 5.5 മീറ്റർ എടുത്തപ്പം എന്നിട്ടും കുറച്ച് പീസ് ബാക്കി വന്നിട്ടാണ്. കാരണം 60 ഇഞ്ച് വീതിയുള്ളതാണ്. ഇതിൻ്റെ മീറ്ററിൻ്റെ റേറ്റ് 175. പിന്നെ ഈ ഒരു മെറ്റീരിയൽ, ഈ മെറ്റീരിയൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഡ്രസ്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് കേട്ടോ. ഈ ഷോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ 2.5 മീറ്റർ എടുത്തു. ഇതിന് 255 അങ്ങനെ എന്തോ ആണ്, 55 85 ആണ്, വിട്ടുപോയി, മറന്നുപോയേ. അപ്പം ഇത് ഞാൻ ഷോളിന് ഇത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് മറ്റേത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് ഞാൻ നമ്മൾ നോക്കണം കേട്ടോ, നമുക്ക് കറക്റ്റ് മാച്ചായിട്ട് മെറ്റീരിയൽ കിട്ടാതെ ഒന്ന് മാത്രം കട്ട് ചെയ്തെടുത്താൽ ആകെ കൊടുക്കും. ഞാനെല്ലാം സെറ്റാക്കിയിട്ട് മാത്രമേ എവിടെ പോയാലും കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ലൈനിങ് അല്ല, എന്താ പറയുക, ജോർജറ്റ് 44 ജോർജറ്റ് ഞാൻ നോക്കിയതായിരുന്നു. പക്ഷേ 60 ഇഞ്ചിൻ്റെ കിട്ടിയപ്പോൾ അതെടുത്ത് കറക്റ്റ് കളർ തന്നെ കിട്ടി. ആ ഷോളിനെ ഒന്ന് ക്ലോസപ്പ് ആക്കിയിട്ട് ഞാനിത് ഇങ്ങനെ ആണ് ഇതിലുള്ള വർക്ക് 4-5 കളറിലുള്ള ഹാൻഡ് വർക്കും ഹാൻഡ് വർക്കല്ല എംബ്രോയ്ഡറി വർക്കും അതിൽ സീക്വൻസാണ്. ഇത് നമ്മളെ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ലെങ്ത്ത് എടുക്കേണ്ടത് എനിക്ക് വേണ്ടത് 50 ഇഞ്ചാണ്. അതിൽ ബോഡി പാർട്ടിന് 15 ഇഞ്ച് പോവും. അപ്പോൾ സ്കേർട്ട് പാർട്ടിന് വരുന്നത് 50 - 15 എന്ന് പറയുമ്പോൾ 35 ആണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് എനിക്ക് 36.5 ഇഞ്ചാണ് അംബ്രല പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് കേട്ടോ. എൻ്റെ വേസ്റ്റ് ആണെങ്കിൽ 34 + 2 ഇഞ്ച് തയ്യൽ തുമ്പ്.
അപ്പോൾ എത്രയായി 36. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9. ഈ 36യും 9ഉം നമ്മൾ അവിടെ വെക്കാം. ഇനി നമ്മൾ തുണീനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടില്ല നമ്മൾ അംബ്രല്ലയിലേക്ക് ആക്കുക. അപ്പോൾ ഈ ഒരു ഫോൾഡിങ്ങിന് നമ്മൾ എത്ര മെഷർമെൻറ്റ് എടുക്കണം എന്നുള്ളത് ഇതാ. ഈ 9 എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടേക്കുള്ളത് അല്ലേ, വേസ്റ്റിൻ്റെ 4-1 ഭാഗം. ആ 9ഉം വേണം. അതിൻ്റെ കൂടെ നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ട ലെങ്ത്തും. അത്ര ലെങ്ത്ത് 9 + 36.5. അപ്പം 45.5 ലെങ്ത്തിൽ വേണം നമ്മൾ തുണീനെ മടക്കാൻ. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യാം. അതൊരു മെത്തേഡ് കേട്ടോ. പിന്നുള്ള മെത്തേഡ് നമ്മുടെ ഇതേപോലെ 4 ഫോൾഡിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ റേഡിയസ് ഇങ്ങനെ ഫോൾഡിൽ ചെയ്ത് വെക്കുമ്പോൾ നമ്മളെ റേഡിയസ് വരുന്നത് 3 ക്ലോത്ത് 2 ഫോൾഡിലാകുമ്പോൾ 3.14 ഡിവൈഡ് ചെയ്യുമ്പോൾ 11.46 കിട്ടിയത്. അപ്പോൾ ആ 11.46 ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി ഓരോ പോയിന്റിലും അടയാളപ്പെടുത്തി ഇങ്ങനെ റൗണ്ട് പോലെ ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്തിൽ 36.5 അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇനി ഫുൾ സർക്കിൾ, അതായത് ഒരു റൗണ്ട് പോലെ തന്നെ ഫുള്ളായിട്ട് തന്നെയാണ് നമ്മളുടെ സ്കേർട്ടിന് വേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ അരവണത്തിന് 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 5.78 എൻ്റെത് കിട്ടിയത്. 73. ആ 5.73നെ നമ്മൾ എന്താക്കുക, നമ്മൾ ക്ലോത്തിനെ നമ്മൾ ഫുൾ സാരിയിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. സ്കേർട്ട് ചെയ്യുമ്പം സാരി ഫുള്ളായിട്ടൊന്ന് മടക്കി ഒന്നുകൂടി ഇങ്ങനെ മടക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ റേഡിയസ് 5.73. കാരണം 4 ഫോൾഡാണ് ക്ലോത്ത് വന്നത്, അതുകൊണ്ടാണ്. ആ 5.73 അതിൻ്റെ കൂടെ 36.5 സ്കേർട്ടിന് വേണ്ടുന്ന ലെങ്ത്തും. 5.73 എന്ന് പറയുന്നത് നമുക്ക് റേഡിയസിലേക്കുള്ള ലെങ്ത്താണ് കേട്ടോ. അരൻ്റെ അവിടേക്ക് ഈ 5.73 ആയി കുറയാൻ കാരണം എന്താ, തുണി 4 മടക്കിൽ വന്നതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ 11.46 എന്ന് പറയുന്ന റേഡിയസ് കണ്ടപ്പോൾ തുണി 2 മടക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലർക്കും കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ്. 4 മടക്കിൽ വരുന്ന സമയത്ത് കുറഞ്ഞ അളവ് മതി, കാരണം 4 പ്രാവശ്യം ആ അളവ് കിട്ടുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തിന് നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വാട്സപ്പ് ക്ലാസ്സിലുള്ളവർക്ക് വീണ്ടും ചോദിക്കാൻ പറ്റും. കമൻറ്റിലേക്ക് കൂടി പറഞ്ഞു തരുന്നതിന് ഒരു പരിധി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടവർക്ക് ഇൻസ്റ്റ വഴി തന്നെ കോൺടാക്റ്റ് ചെയ്യണം നിങ്ങളടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ റേഡിയസ് അടയാളപ്പെടുത്തുക. 4 ഫോൾഡിലുള്ള ഭാഗത്ത് റേഡിയസ് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മളുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 36.5, അതും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തതിന് മുമ്പ് ഈ റേഡിയസിൻ്റെ ഭാഗം ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം എന്താക്കാമെന്നറിയാം, ടാപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ മെഷർമെൻറ്റ് നോക്കി കഴിയുമ്പോൾ എനിക്ക് കിട്ടിയത് 8.5. അപ്പോൾ 8.5 4 ഉണ്ടാവുമല്ലോ, 4 പീസല്ലേ, 4 മടക്കിലല്ലേ ക്ലോത്ത് ഉള്ളത്. അപ്പോൾ അതെത്രയാണ് വരുന്നത് നോക്കിയതാ. 4 5 20, 4 8 32, 20ന് 0 അവിടെ ഇട്ട് 2 ബാക്കി, 4 8 32, 2 34. കണ്ടില്ലേ, എൻ്റെ അരവണ്ണം എന്ന് പറയുന്നത് 34. അപ്പോൾ നമ്മൾ റേഡിയസ് കണ്ട് അടയാളപ്പെടുത്തിയിട്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കുക. അപ്പോൾ ഒന്നും കൂടി നമുക്ക് കൺഫേം ആയി കിട്ടും. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്യുന്നത് അങ്ങോട്ടോ ആക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇത് ക്ലോത്തും കൂടി ആകുമ്പം ആ ക്ലോത്തിനെ ഇങ്ങനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടാവില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി വിരിഞ്ഞ് കിട്ടും. അപ്പം കുറച്ചും കൂടി നമുക്ക് സ്പേസ് കിട്ടും. എന്നിട്ട് ഈ സൈഡ് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുക. സൈഡ് ഓപ്പൺ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ 36 ഇഞ്ച് ലെങ്ത്ത് ഉണ്ടല്ലോ, അത് അടയാളപ്പെടുത്തി നമ്മൾ ഫുൾ ലെങ്ത്ത് നമുക്ക് വേണ്ട ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് ആ ലെങ്ത്ത് അതിൽ നമ്മളിപ്പോൾ വരച്ചതിലേക്ക് കൂടി നമ്മൾ ഡ്രസ്സിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ഹാഫ് സർക്കിൾ കിട്ടും. ഇതാ
കണ്ടില്ലേ, ഒന്ന് ഇതിനിങ്ങോട്ടേക്ക് നിവർത്തി കഴിയുമ്പം രണ്ടാമത്തെ കണ്ട, അപ്പോൾ ഫുൾ സർക്കിളായി. അതാണ് ഫുൾ അംബ്രല എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചെറിയ കുട്ടിയൊക്കെ ചെയ്യുമ്പം തുണീനെ വീതിക്കും നീളത്തിലും മടക്കിയിട്ടാകുമ്പം ഒരു റൗണ്ട് തന്നെ ഇതേപോലെ ജോയിൻ്റ് ഇല്ലാതെ ഫുൾ റൗണ്ട് തന്നെ ആയിട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഇനി പലരും ചോദിച്ചിരുന്നു നമ്മൾ 6 മീറ്ററൊക്കെ മെറ്റീരിയലിൽ നിന്ന് എങ്ങനെയാണ് ആദ്യം ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണോ പിന്നെ അംബ്രല പാർട്ട് കട്ട് ചെയ്യേണ്ടത്, അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരണം, പേപ്പറിനകത്ത് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാ ഇത് മീറ്റർ നമ്മൾ 6 മീറ്റർ എൻ്റെ അടുത്തുള്ളൊരു ക്ലോത്താണെന്ന് വിചാരിക്കാം, ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയ ക്ലോത്താണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത്, അതായത് ഫുൾ നീളത്തിൽ അങ്ങോട്ടേക്ക് വിട്ടിട്ട് അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ തുടങ്ങുക. ഒരെൻഡിൽ നിന്ന് നമ്മളെ സ്ലീവിൻ്റെ വീതി എത്രയാണോ ആ വീതിക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതാ, ഞാൻ ഇപ്പോൾ എൻ്റെത് കട്ട് ചെയ്യുകയാണെങ്കിൽ 10 ഇഞ്ചാണ് എനിക്കിങ്ങനെ ഫോൾഡിങ്ങിൽ വീതി വേണ്ട. അപ്പോൾ ആ 10 ഇഞ്ച് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് അതിന് നമ്മൾ സ്ലീവിൻ്റെ പാർട്ട് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കയ്യിൽ പിടിച്ച് കട്ട് ചെയ്യുന്നത് പേപ്പറായിട്ടാണ് കേട്ടോ. പിന്നെ യോക്കിൻ്റെ പാർട്ടും അതേപോലെ എത്രയാണോ നമുക്ക് ചെസ്റ്റ് വിടുത്ത് വേണ്ടത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നെക്കും ഷോൾഡറൊക്കെ കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള പാർട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇത്രയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 6 മീറ്റർ ക്ലോത്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഒരു 1.5 മീറ്റർ മാക്സിമം പോവുള്ളൂ. എനിക്കൊക്കെ 1.5 മീറ്ററാണ് പോവുക, കാരണം 3/4 മീറ്ററോളം എനിക്ക് സ്ലീവിന് പോകും, ബാക്കി 3/4 മീറ്റർ യോക്ക് പാർട്ടിന്. അപ്പോൾ ബാക്കിയുള്ള പീസിനെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത്, നേരത്തെ ഞാൻ സാരിയിൽ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ 4 ഫോൾഡാക്കുക. എന്നിട്ട് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലാവാത്തവർ വാട്സപ്പ് ക്ലാസ്സിലുള്ളവരാണെങ്കിൽ അതുവഴി ചോദിക്കാം, അല്ലാത്തവർ ഇൻസ്റ്റ വഴി ചോദിക്കാൻ ശ്രദ്ധിക്കുക, എന്നാലും വോയിസ് വഴി ക്ലിയറാക്കി പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ നമ്മൾ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ചിട്ട് പലരും ഇനിയും സംശയം ചോദിക്കുന്നുണ്ട്. 16-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇൻസ്റ്റ വഴി കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പം ഞാനിതാ നമ്മളെ മെറ്റീരിയലിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മെഷർമെൻറ്റൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാനിത് 4 ഫോൾഡിലാണ് ക്ലോത്ത് വെച്ചിട്ടുള്ളത്. അതായത് ഞാൻ 5.5 മീറ്റർ കട്ട് ചെയ്തെന്ന് എടുത്ത മെറ്റീരിയലാണ് കേട്ടോ അത്. അപ്പോൾ ഇതിനെ 4 ഫോൾഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് എനിക്കിത് ഈ അംബ്രല പാർട്ട് പിന്നെ അധികം വിടുത്ത് വേണ്ടി വന്നിട്ടില്ലല്ലോ, എനിക്ക് 36.5 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് തന്നെ എനിക്ക് സ്ലീവും യോക്ക് പാർട്ടും കിട്ടി. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഫോൾഡ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തു നിന്നാണ് പാൻറ്റിനെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ കാണുന്ന ലൈനാണ് കേട്ടോ. ആദ്യത്തെ ലൈന് എന്നോട് തെറ്റിപ്പോയതാണ്, ടാപ്പ് ലേശം ഇങ്ങോട്ട് നീങ്ങിയിട്ടായിപ്പോയി അന്ന് അടയാളപ്പെടുത്തിയത്. അപ്പം ആ ഒരു മെഷർമെൻറ്റ് ഞാൻ അടയാളപ്പെടുത്തി. അതായത് എൻ്റെ പിന്നെ 4 ഫോൾഡിലുള്ള റേഡിയസ് എന്ന് പറയുന്നത് 5.46 അല്ലേ, അത് ആണ് ആ വരച്ച് അടയാളപ്പെടുത്തിയത്. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് 36.5 അടയാളപ്പെടുത്തി. ഇത് കണ്ടില്ലേ, തുണി 1 2 3 4 ഫോൾഡ്. പിന്നിങ്ങനെ ഇതേപോലെ പിന്നൊക്കെ കുത്തി വെച്ചാൽ ഇങ്ങനത്തെ തുണികളെ നമുക്ക് പിടിച്ചാൽ കിട്ടും. കട്ട് ചെയ്യുന്ന സമയത്ത് കത്രികേൻ്റെ ഉള്ളിൽ പെടാതെ ശ്രദ്ധിക്കാൻ വേണം കേട്ടോ. പിന്നെ കുത്തി വെച്ചത് ഓർമ്മയില്ലാതെ കത്രിക മുകളിലാക്കിയിട്ട് കത്രികേൻ്റെ മൂർച്ച പോയി പോവുക, അതൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയും വിശദമായിട്ട് ഞാനിത് പറയുന്നത് എൻ്റെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളത് നല്ലോണം ശ്രദ്ധിക്കുക. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണിയല്ല. അംബ്രല ഡ്രസ്സിന് കട്ടിങ് മാത്രമേ കുറച്ച് സമയം എടുക്കുള്ളൂ. സ്റ്റിച്ചിങ് പെട്ടെന്ന് കഴിയും. നമ്മൾ ഫ്രില്ലിടുന്ന ഡ്രസ്സിൻ്റെ മാതിരിയല്ല, പെട്ടെന്ന് സ്റ്റിച്ചിങ് കഴിയുന്നൊരു സാധനമാണ് ഇത്. നമ്മൾ താഴ്ഭാഗം 36.5 ഇഞ്ച് അടയാളപ്പെടുത്തി വരച്ച് വെച്ചതാണ്, അതിലേക്ക് കൂടി കട്ട് ചെയ്യുക. മനസ്സിലായില്ല? അപ്പോൾ ഇത് നല്ല കണ്ടില്ല, ഞാൻ നേരത്തെ ഫസ്റ്റിൽ വീഡിയോയിൽ കണ്ട് നല്ല ഫ്ലെയർ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ, ഇടാനും നല്ല സുഖം. ഒരു വെയിറ്റുള്ള തുണിയായതുകൊണ്ട് ഇതിന് ഞാൻ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, കാരണം ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, അതുകൊണ്ട് ലൈനിങ് കൊടുത്തിട്ടില്ല. എനിക്ക് പൊതുവേ ലൈനിങ് ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ നേരിച്ച് കാണുന്നുണ്ട് ഈ ഭാഗത്തു നിന്നാണ് എനിക്ക് സ്ലീവിനും യോക്ക് പാർട്ടിനും കിട്ടിയത് കേട്ടോ. ഇത് 60 ഇഞ്ച് വീതിയുള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയത്. 44 ഇഞ്ച് വീതിയിലാണെങ്കിൽ അങ്ങനെ കിട്ടൂലേ, 60 ഇഞ്ച് വീതി ആയതുകൊണ്ട് കിട്ടി. എന്നിട്ട് മറ്റേ ഭാഗത്തുനിന്ന് ഇതിന് ഞാൻ 2 ഫോൾഡിൽ അംബ്രല കട്ട് ചെയ്യുന്നത്, അതായത് വൈറ്റ് ഡ്രസ്സിന് അംബ്രല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഫോൾഡ് ആക്കിയ സമയത്ത് പിന്നെ തുണി 2 ഫോൾഡേ ഉള്ളൂ. അപ്പം എൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്
73 അങ്ങനെ തോന്നാണേ. അത് മേലെ അടയാളപ്പെടുത്തി. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു സർക്കിളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ടാപ്പ് പിടിച്ച് അടയാളപ്പെടുത്തി മെഷർമെൻ്റ് എടുത്തിട്ട് അത് ഗുണിക്കണം 2 എന്ന് നമ്മൾ ചെയ്ത് നോക്കിയാൽ, 2 കൊണ്ടല്ല, കാരണം 2 ഫോൾഡ് ആയതുകൊണ്ട് 2 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ നമ്മളുടെ വേസ്റ്റ് റൗണ്ട് കിട്ടും. അങ്ങനെയാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. എന്നാൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാം തെറ്റിപ്പോവില്ല എന്നുള്ളത്. ഇനി എത്താതെ വരില്ല, വേസ്റ്റ് റൗണ്ട് പോരാകിയ വരില്ല എന്നുള്ളത് അവിടെ വെച്ച് നോക്കിയിട്ട് മതിയാവില്ല തോന്നുകയാണെങ്കിൽ, നമുക്കെല്ലാം കൂടുതലാണെങ്കിൽ തോന്നുകയാണെങ്കിൽ കുറയ്ക്കണം, കുറച്ച് ഉള്ളു തോന്നുകയാണെങ്കിൽ കൂട്ടാമൊക്കെ ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. കണ്ടില്ലേ, ഇത് 11.7 ആണ് എൻ്റെ ഇതിൽ വന്നിട്ടുള്ളത്. അതിങ്ങനെ മെഷർമെൻറ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടാണ് ഇതിനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുതന്നെയാണ് നമ്മൾ പിന്നെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് കോണാക്കി ഫോൾഡ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ നമുക്ക് ഇത്രയും വൈഡായിട്ട് കട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. ഒന്ന് ഫോൾഡ് ചെയ്ത് കോണാക്കി ഫോൾഡ് ചെയ്യാതെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് വിശദമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ വെച്ചത്. ഇതിനെ തന്നെയാണ് നമ്മളൊന്ന് കോണാക്കിയിട്ട് ഇതാക്കുന്നത്. അപ്പോൾ നമുക്ക് തുണി കൂടുന്നില്ല, കോണാക്കുന്നത് നമ്മളെ സൗകര്യത്തിന് വേണ്ടി മാത്രം. കണ്ടോ 17.2, എനിക്ക് 17 34 എൻ്റെ അരവണ്ണം. ആ പോയിൻ്റ് വരുന്നത് വേസ്റ്റിൻ്റെ തയ്യൽ തുമ്പായിട്ടും വരും. കണ്ടില്ലേ? അപ്പം നമ്മളിങ്ങനെ അളന്ന് നോക്കിയിട്ട് ഒക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തെറ്റില്ല. എപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് ശരിയാകും എന്ന് മനസ്സിലാക്കി വിചാരിച്ചു കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ മുതിരരുത് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ യോക്ക് പാട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. സ്കേർട്ട് പാട്ട് ഇങ്ങനെ വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് തയ്ക്കുക. സൈഡ് ജോയിൻ ചെയ്യുക. താഴെ ഈ അംബ്രലേൻ്റെത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, മടക്കി തയ്ക്കാൻ നിൽക്കരുത്, റോൾ ഹെം ചെയ്യുക കേട്ടോ. ഇനി പിന്നെ ഫാഷൻ മേക്കറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒറ്റയടിക്ക് മടക്കി അടിക്കരുത്. ആദ്യം ഒരു മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാവൂ. എന്നാലേ ഇത് വൃത്തി ഉണ്ടാവുള്ളൂ. അല്ലാഞ്ഞാൽ പൊളഞ്ഞ പോലെ ഉണ്ടാവും. അത് തന്നെ ചെറിയ മടക്കാവൂ. 4 ഇഞ്ചിനേക്കാൾ ഇത്തിരി കൂടി കുറച്ചിട്ടാണ് മടക്കിയാലാണ് ഭംഗി ഉണ്ടാവുക. സാധാ മെഷീനുള്ളവർക്ക് റോൾ ഹെം ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല കേട്ടോ, സാധാ മെഷീൻ്റെതും റോൾ ഹെമ്മിങ് ഫുഡ് വാങ്ങാൻ കിട്ടുമേ. നിങ്ങളെ മെഷീൻ്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഷോപ്പിൽ നിന്നും കിട്ടും. അപ്പോൾ എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഷോളിൻ്റെ ഭംഗി കാണാനായിട്ട് എനിക്കൊരു സന്തോഷമല്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഷോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് തന്നെ. അങ്ങനെ ആക്കാൻ എൻ്റെ ഡ്രസ്സും തീരുമാനിച്ചത് തന്നെ കണ്ടിട്ടാണ്. ഡയറക്റ്റ് കാണുന്ന മാതിരിയേ അല്ല ഇതിൽ കാണുമ്പം. അപ്പം നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്ത് അംബ്രല്ല സ്ലീവ് കട്ട് ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരും ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഷോളിൻ്റെ 2-3 കളറുണ്ട് കേട്ടോ. പീച്ച് പിങ്കിലുണ്ട്, പിസ്ത ഗ്രീനിലുണ്ട്. നല്ല ഭംഗിയുള്ള, നല്ല യൂസ് ചെയ്യാൻ നല്ല സൗകര്യമുള്ള, തലയിൽ പിന്നെ എന്താ പറയുക, ഇട്ടാൽ ആ ഒരു വെയിറ്റ് കൊണ്ട് അവിടെ നിൽക്കുന്നൊരു മെറ്റീരിയലാണ്. കസവ് കേന്ദ്രയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർ ഇൻസ്റ്റ വഴി കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റ ID ആണ് ഈ കാണുന്നത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.